അൽഫല സർവകലാശാല ചെയർമാൻ അറസ്റ്റിൽ. ജാവേദ് അഹമ്മദ് സിദ്ദിഖിയെ ഡൽഹി പോലീസിന്റെ ക്രൈം ബ്രാഞ്ചാണ് അറസ്റ്റ് ചെയ്തത്. കബളിപ്പിക്കൽ കേസിൽ UGC നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. അറസ്റ്റിന് പിന്നാലെ സിദ്ദിഖിയെ ഡൽഹിയിലെ കോടതിയിൽ ഹാജരാക്കി 4 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി. ഫരീദാബാദിലെ അൽഫല സർവകലാശാല കേന്ദ്രീകരിച്ചായിരുന്നു ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന്റെ ആസൂത്രണം. നന്ദഗോപൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. നന്ദനി, അൽഫല സർവകലാശാല എന്നത് എല്ലാ അർത്ഥത്തിലും അതൊരു ജിഹാദി സ്കൂളാണ്. നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മതതീവ്രവാദികൾ അവിടെ എത്തുകയും ജിഹാദിന്റെ പുതിയ വഴികൾ തേടുകയും ഒക്കെ ചെയ്യുന്ന ഒരു നിഗൂഢതയുടെ വലിയ കേന്ദ്രമാണ്. ഇപ്പോൾ ഈ ചെയർമാനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസിന്റെ ക്രൈം ബ്രാഞ്ച് എന്തൊക്കെ വിശദീകരണങ്ങളാണ് നൽകുന്നത്? ഗൗതം, ജാവേദ് അഹമ്മദ് സിദ്ദിഖി ഇയാൾ ഫരീദാബാദിലുള്ള അൽഫലാഖ് സർവകലാശാലയുടെ ചെയർമാനാണ്. ഇയാൾക്കെതിരെ UGC ആണ് പരാതി നൽകിയത്. UGC നൽകിയ പരാതിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് UGC നൽകിയിരിക്കുന്ന പണം തെറ്റായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. തെറ്റായി വിനിയോഗിക്കുക മാത്രമല്ല, അഫിലിയേഷൻ ഇല്ലാത്ത കോഴ്സുകൾ നടത്തി, അതേപോലെ തന്നെ മറ്റ് സാമ്പത്തിക ഇടപാടിലൊക്കെ തന്നെ വലിയ ക്രമക്കേടുകളാണ് UGC നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഡൽഹി പോലീസിന് നൽകിയ പരാതി ഡൽഹി ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ച് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായും ചെയർമാന് മുഖ്യ പങ്കുണ്ട് എന്ന് കണ്ടെത്തി ഇയാളെ പ്രതി ചേർക്കുകയായിരുന്നു. തുടർന്ന് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാളെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കി. 4 ദിവസം കോടതി ഇയാളെ കസ്റ്റഡിയിൽ വിട്ടു. വിശദമായ ചോദ്യം ചെയ്യലിലൂടെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നുള്ളതാണ് പോലീസ് അനുമാനിക്കുന്നത്. മാത്രമല്ല, കൂടുതൽ അറസ്റ്റ് അടക്കം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നുള്ളത് വ്യക്തമാണ്. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിലെ പ്രധാന ആസൂത്രണ കേന്ദ്രം എന്നുള്ളത് ഈ ഫരീദാബാദിലെ അൽഫലാഖ് സർവകലാശാലയായിരുന്നു. അൽഫല സർവകലാശാലയുടെ ചെയർമാനെ ഇപ്പോൾ ഡൽഹി പോലീസിന്റെ ക്രൈം ബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. UGC നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിർണായകമായ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. നന്ദനാണ് വിവരങ്ങളുമായി ചേർന്നത്.